ഈ കിനാവ് എന്ന് പറയുന്നത് ആത്മാവിന്റെ യാത്രയാണ്. നമ്മൾ ഉറങ്ങണ സമയത്ത് നമ്മുടെ റൂഹ് ഹയാത്തല്ല, ജീവനല്ല, ആത്മാവ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹദറത്തിലേക്ക് യാത്ര ചെയ്യും. ഈ യാത്രയിൽ ആത്മാവിനുണ്ടാകുന്ന അനുഭവങ്ങളാണ് കിനാവ് എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങുമ്പോ നമ്മുടെ ആത്മാവ് ജീവനല്ലട്ടോ, ജീവന ഹയാത്ത് എന്നാ പറയാ. അല്ലാഹുവിങ്കൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകമായ നിക്ഷേപത്തിനാണ് റൂഹ്, ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവ് അല്ലാഹുവിന്റെ ഹദീറത്തുൽ ഖുദ്സ് എന്ന പരിശുദ്ധമായ ഹദറത്തിലേക്ക് യാത്ര ചെയ്യും. ഈ യാത്രയിൽ റൂഹിനുണ്ടാകുന്ന അനുഭവങ്ങൾക്കാണ് കിനാവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാലിഹീങ്ങളായ ആളുകളുടെ ആത്മാവുകൾ, സ്വാലിഹീങ്ങളായ ജിന്നുകൾ, അതുപോലെ മലക്കുകൾ എല്ലാവരും രാത്രി സമയങ്ങളിൽ മദീനയിലേക്ക് യാത്ര ചെയ്യുമെന്നാണ്. ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭയകേന്ദ്രമാകുന്നു മദീന. ലോകത്തെ എല്ലാ സ്വാലിഹീങ്ങളും ഒരുമിച്ച് കൂടുന്ന സ്ഥലം മദീനയാണ്. രാത്രിയിൽ മുഖദ്ദസായ പരിശുദ്ധമായ റൂഹുകള്, സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ അർവാഹുകള്, സാലിഹീങ്ങളായ ജിന്നുകള്, അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകള് എല്ലാവരും രാത്രിയില് പരിശുദ്ധമായ മദീനയിലേക്ക് യാത്ര ചെയ്യും. ആ യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് കൂടി അതിന്റെ കൂടെ യാത്ര പോകുന്നതിനാണ് നബി തങ്ങളെ കിനാവ് കാണുക എന്ന് പറയുന്നത്. ഇത് സാധ്യമാവണമെങ്കിൽ രാത്രി പകുതി കഴിയുന്നതിന്റെ മുമ്പ് ഉറങ്ങിയിരിക്കേണ്ടതാണ്. കാരണം സാലിഹീങ്ങളുടെ ആത്മാവുകളും സാലിഹീങ്ങളായ ജിന്നുകളും മുഖദ്ദസായ മലക്കുകളും മദീനയിലേക്ക് യാത്ര പോകുന്നത് രാത്രി പകുതി കഴിയുന്നതിന്റെ മുമ്പാകുന്നു. അതുകൊണ്ട് കാണണമെന്ന് ആഗ്രഹിക്കണ അന്നെങ്കിലും വെള്ളിയാഴ്ച രാവിലെങ്കിലും രാത്രി പകുതിയാവുന്നതിന് മുമ്പായി ഉറങ്ങിയിരിക്കണം എന്ന നിബന്ധനയുണ്ട്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം സ്വലാത്ത് അധികരിപ്പിക്കലാണ്. അത് ഏത് സ്വലാത്തായാലും കുഴപ്പമില്ല. കാണാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് മൗലിദ് കിതാബിലുണ്ട്, അതുപോലെ പല സ്ഥലത്തുണ്ട് സ്വലാത്ത്. ആ സ്വലാത്താവാം, ഞാൻ തന്നെ ഇക്കോണമെന്നൊന്നുമില്ല. ഏത് സ്വലാത്തായാലും കുഴപ്പമില്ല. പക്ഷെ ആദ്യം പറഞ്ഞ 3 എണ്ണം ഉണ്ടാവണം. അതാണ് ആദ്യം പറഞ്ഞ 3 എണ്ണം ഉണ്ടെങ്കിൽ സ്വലാത്ത് ഏതാന്നുള്ളതൊന്നും പ്രശ്നമല്ല, കാണുമെന്നതാണ്. ഇങ്ങനെ 4 കാര്യങ്ങൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവ് കാണാൻ ആവശ്യമുണ്ട്. അപ്പൊ അതിലെ 1ാമത്തെ കാര്യമാണ് ശമാഇലുകൾ, നബി തങ്ങളുടെ ശരീരം എങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിനാണ് അൽ ഔസാഫു ബിത്തഹ്സീൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. മദ്ഹുൻ നബി 3 തരത്തിലാണെന്ന് പറഞ്ഞല്ലോ. 1 അൽ ഔസാഫു ബിത്തഹ്സീൻ, 2 അൽ ഔസാഫു ബിത്തസീൻ, 3ാമത്തേത് അൽ ഔസാഫു ബിത്തംകീൻ. അങ്ങനെ 3 എണ്ണമാണ്. അതിൽ 1ാമത്തേത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം എങ്ങനെയായിരുന്നു എന്ന് പറയലാണ്. 2ാമത്തേത് അൽ ഔസാഫു ബിത്തസീനാണ്, ഭംഗിയെ കുറിച്ച് പറയലാണ്. ആദ്യം ശരീരം എങ്ങനെയാണെന്ന്, ആ ഹഖായിഖുൻ നഫ്സിനെ കുറിച്ച് പറയാം. 2ാമത്തേത് ഭംഗിയെ കുറിച്ച് പറയാം. ഉമിനീരിനും നന്നായി സൗരഭമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീരിന് സുഗന്ധമുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് പനനീർ പോലെയുള്ള സുഗന്ധമായിരുന്നു.
10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജീവിച്ച ആളായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മാലിക് എന്നവർ മരണപ്പെട്ടപ്പോ ഉമ്മാനെ രണ്ടാമത് കല്യാണം കഴിച്ചു. രണ്ടാമത് കല്യാണം കഴിച്ച എളാപ്പാന്റെ കൂടെ പോകുമ്പോ നബി തങ്ങളെ കൊണ്ടോണോ തറവാട്ടിൽ നിർത്തണോ എന്ന തർക്കമുണ്ടായി. ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടി നബി തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. 10 കൊല്ലം അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കൽ കഴിഞ്ഞു. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഇങ്ങനെ തൊട്ടിട്ട് ആ കൈ ഇങ്ങനെ വാസനിച്ചു നോക്കിയാൽ ചുവന്ന പനനീർ പൂവിന്റെ വാസനയുണ്ടായിരുന്നു എന്നാണ്. ചെറിയ 10 വയസ്സിന് താഴെയുള്ള കുട്ടിയായിരിക്കുമ്പോൾ ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഒന്ന് ഉമ്മ വെച്ചിരുന്നു എന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വലിപ്പത്തിൽ പോലും കവിളിൽ തൊട്ടിട്ട് വാസനിച്ചാൽ റോസാപ്പൂവിന്റെ മണമുണ്ടായിരുന്നതിന്റെ കാരണം അങ്ങനെയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും. ഉത്ബത്ത് റളിയല്ലാഹു അൻഹു എന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ഉത്ബത്ത് റളിയല്ലാഹു അൻഹു. ഉത്ബ റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു സദസ്സിൽ വന്നാല് അല്പസമയം ഇരുന്നാല് എഴുന്നേറ്റ് പോയതിനു ശേഷം ആ സദസ്സിൽ ഒരു സുഗന്ധം പരക്കൽ പതിവുണ്ടായിരുന്നു. ഒരു പ്രത്യേകമായ സുഗന്ധം ഉണ്ടാവും. ഇതിങ്ങനെ എല്ലാവരും കണ്ടു, എല്ലാവരും മനസ്സിലാക്കി, എല്ലാവരും അറിഞ്ഞു. ആളുകൾക്ക് അജബായി, അത്ഭുതമായി. ഒരിക്കൽ ആളുകൾ ഉത്ബ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളെ ഭർത്താവ് എപ്പോൾ ഏത് സദസ്സിൽ വന്നാലും അല്പസമയം ഇരുന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം അവിടെ ഒരു സുഗന്ധം പരക്കുന്നുണ്ട്, എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, ഈ അനുഭവം എനിക്കും പല പ്രാവശ്യം ഉണ്ടായിട്ട് ഞാനത് മൂപ്പരോടന്നെ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്തേ മറുപടി എന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്നെ ഒരിക്കൽ കാലും ഒരു തേനീച്ച കടിച്ചു. ചെറിയ കുട്ടിയായിരിക്കുമ്പോ എന്റെ കാലിൽ ഒരിക്കൽ ഒരു തേനീച്ച കടിച്ചു. വേദന കൊണ്ട് ഞാനിങ്ങനെ പുളഞ്ഞപ്പോ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്റത്തിൽ കൊണ്ടുപോയി നബി തങ്ങൾ എന്റെ ആ തേനീച്ച കടിച്ച സ്ഥലത്ത് ഒന്നിങ്ങനെ കൈകൊണ്ട് തടവി തന്നു. അതിനുശേഷം ഞാൻ ഏത് സദസ്സിൽ ഇരുന്നാലും ഞാൻ എഴുന്നേറ്റ് പോയാൽ അവിടെ ഒരു സുഗന്ധം പരക്കൽ പതിവുണ്ടെന്ന് സയ്യിദുനാ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിനാണ് അൽ-ഔസാഉ ബിത്തസീം. ഇന്ന ബൈതൻ അൻത സാഖിനുഹു ലൈസ മുഹ്താജൻ ഇലാ അസ്സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതി الناس بالحجج صلي رب العالمين على سيد الكونين والسرج ومريضا أنت زائره قد أتاه الله بالفرج. അങ്ങനത്തെ കാര്യങ്ങൾ. ഇന്ന ബൈതൻ അൻത സാക്കിനുഹു, ഏതെങ്കിലും ഒരു വീട്ടിൽ നബിയെ നിങ്ങൾ താമസിച്ചാൽ ലൈസ മുഹ്താജൻ ഇല സുറുജി, ആ വീട്ടിൽ വിളക്കിന്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. കാരണം നബി തങ്ങൾ തന്നെ പ്രകാശമായിരിക്കും. വമരീദൻ അൻത സായിറുഹു, ഏതെങ്കിലും ഒരു രോഗിയെ നബിയെ നിങ്ങൾ സന്ദർശിച്ചാൽ വമരീദൻ അൻത സായിറുഹു ഖദ് അതാഹു ബിൽ ഫറജി, ഉടനെ തന്നെ രോഗം മാറും.